രാഷ്ട്രീയത്തിലെ തലമുറകൾ തമ്മിലുള്ള കൗതുകകരമായ സംവാദത്തിനും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വെളിപ്പെടുത്തലിനും വേദിയായിരിക്കുകയാണ് തിരുവനന്തപുരം. മുതിർന്ന നേതാവ് എം ഹസന്റെ രാഷ്ട്രീയ ജീവിതം പ്രമേയമാക്കിയ ദി ലെഗസി ഓഫ് ട്രൂത്ത് എം ഹസൻ ബിയോണ്ട് ദി ലീഡർ എന്ന ഡോക്യുമെന്ററിയുടെ ടൈറ്റിൽ ലോഞ്ച് ചടങ്ങാണ് ഈ അപൂർവ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത്. ചടങ്ങിൽ യുവ നേതാവും എംപിയുമായ ഷാഫി പറമ്പിൽ ഉന്നയിച്ച ഒരു പരാമർശവും അതിന് മുതിർന്ന നേതാവ് AK ആന്റണി നൽകിയ മറുപടിയും ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാവുകയാണ്. സീറ്റ് വിഭജനത്തെക്കുറിച്ചും മത്സരരംഗത്തെ വെല്ലുവിളികളെക്കുറിച്ചുമുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് അവിടെ പ്രകടമായത്. തങ്ങൾ ഇന്ന് നടത്തുന്ന അവകാശവാദങ്ങൾ പുതിയതല്ലെന്നും മുതിർന്ന നേതാക്കൾ പണ്ട് കാട്ടിത്തന്ന വഴിയിലൂടെയാണ് തങ്ങൾ സഞ്ചരിക്കുന്നതെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. മുതിർന്ന നേതാക്കൾ എന്ന് ചോദിച്ച അതേ സീറ്റുകൾ തന്നെയാണ് ഇന്ന് തങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാരും ചോദിക്കുന്നത് എന്നായിരുന്നു ഷാഫിയുടെ വാക്കുകൾ. യുവതലമുറയ്ക്ക് അർഹമായ പരിഗണന വേണമെന്ന പരോക്ഷമായ സൂചന ഷാഫിയുടെ വാക്കുകളിലുണ്ടായിരുന്നു. AK ആന്റണി, K മുരളീധരൻ, എം ഹസൻ തുടങ്ങിയ അധികായന്മാർ വേദിയിൽ ഇരിക്കവെയായിരുന്നു ഷാഫിയുടെ ഈ തുറന്നു പറച്ചിൽ. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ആന്റണി നടത്തിയ മറുപടി പ്രസംഗം ചടങ്ങിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചു. ഷാഫിക്ക് മറുപടിയായി തന്റെ രാഷ്ട്രീയ യൗവനകാലത്തെ അനുഭവങ്ങളാണ് ആന്റണി പങ്കുവച്ചത്. ഇന്നത്തെ പോലെ സുരക്ഷിത മണ്ഡലങ്ങൾക്കായല്ല തങ്ങൾ അന്ന് വാദിച്ചതെന്ന് ആന്റണി ഓർമ്മിപ്പിച്ചു. താൻ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറായിരുന്ന കാലത്ത് സുഹൃത്തുക്കളുമായി ആലോചിച്ച് എടുത്ത തീരുമാനം അദ്ദേഹം വെളിപ്പെടുത്തി. ഞങ്ങൾക്ക് ജയിക്കുന്ന സീറ്റുകൾ വേണ്ട, മറിച്ച് കോൺഗ്രസ് സ്ഥിരമായി തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ തന്നാൽ മതി എന്നായിരുന്നു അന്ന് KPCCയോട് തങ്ങൾ ആവശ്യപ്പെട്ടതെന്ന് ആന്റണി പറഞ്ഞു. എതിരാളികളുടെ ഉരുക്കുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുക എന്നതായിരുന്നു അന്നത്തെ യുവത്വത്തിന്റെ ലക്ഷ്യം. ആന്റണിയുടെ വിപ്ലവകരമായ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് അന്ന് വഴിവെച്ചത്. ആന്റണി ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇന്നും ആവശ്യമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ അപ്രമാദിത്വമുള്ള എടക്കാട് മണ്ഡലത്തിൽ N രാമകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചത് അത്തരമൊരു പോരാട്ടത്തിലൂടെയായിരുന്നു. മറ്റൊരു ഉദാഹരണമായി ആന്റണി പറഞ്ഞത് ബാലുശ്ശേരി മണ്ഡലത്തെക്കുറിച്ചാണ്. കമ്മ്യൂണിസ്റ്റ് കോട്ടയായ ബാലുശ്ശേരിയിൽ AC ഷൺമുഖദാസ് മത്സരിച്ച് അട്ടിമറി വിജയം നേടിയത് തോൽക്കുന്ന സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം കൊണ്ടായിരുന്നു. വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ തയ്യാറായ ഒരു തലമുറയുടെ വിജയമായിരുന്നു അത്. കൊട്ടാരക്കര എന്ന പൊന്നാപുരം കോട്ട R ബാലകൃഷ്ണപിള്ള പിടിച്ചെടുത്തതും ആന്റണി അനുസ്മരിച്ചു. അന്ന് അജയ്യരായിരുന്ന പല നേതാക്കളെയും അവരുടെ സ്വന്തം മണ്ണിൽ പോയി നേരിടാനാണ് യുവരക്തമെന്ന് താല്പര്യപ്പെട്ടത്. ഇത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതിയൊരു ഊർജം നൽകി. പുതുപ്പള്ളിയിൽ PC ചെറിയാന്റെ കോട്ട തകർത്തതും ചേർത്തലയിൽ വിജയിച്ചതുമെല്ലാം ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. സുരക്ഷിത താവളങ്ങൾ തേടി പോകാതെ പോരാട്ടവീര്യം തെളിയിക്കാൻ കഠിനമായ പാതകൾ തിരഞ്ഞെടുത്ത നേതാക്കളുടെ കഥയാണ് ആന്റണി നിരത്തിയത്. മുതിർന്ന നേതാവിന്റെ വാക്കുകളെ നിറഞ്ഞ കയ്യടികളോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. ആന്റണി പങ്കുവച്ച പഴയ സ്പിരിറ്റിനെ താൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുവെന്ന് ഷാഫി പറമ്പിൽ പിന്നീട് പ്രതികരിച്ചു. വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള ആഹ്വാനമായിട്ടാണ് താൻ ഇതിനെ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുതിർന്ന നേതാക്കളും യുവ നേതാക്കളും തമ്മിലുള്ള ഈ ആരോഗ്യകരമായ ആശയവിനിമയം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു ചലനം ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. അധികാരത്തിന് വേണ്ടിയുള്ള തർക്കത്തിനപ്പുറം പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വെല്ലുവിളി എങ്ങനെ ഏറ്റെടുക്കണമെന്ന പാഠമാണ് ഈ ചർച്ച നൽകുന്നത്. എം ഹസന്റെ ഡോക്യുമെന്ററി ലോഞ്ച് വെറുമൊരു ചടങ്ങായി മാറാതെ കോൺഗ്രസിന്റെ ചരിത്രത്തിലേക്കും പോരാട്ടങ്ങളിലേക്കും വെളിച്ചം വീശുന്ന ഒന്നായി മാറി. പഴയകാലത്തെ പോരാട്ട വീര്യവും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യത്തിന് ഇത് വഴിയൊരുക്കി. പലപ്പോഴും സീറ്റ് വിഭജന വേളകളിൽ ഗ്രൂപ്പ് തർക്കങ്ങളും തർക്ക വിഷയങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ പോയി വിജയിച്ചു വരിക എന്ന വലിയൊരു ദൗത്യമാണ് ആന്റണി യുവതലമുറയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലിന്റെ ചോദ്യവും AK ആന്റണിയുടെ മറുപടിയും കോൺഗ്രസ് അണികളിൽ വലിയ ചർച്ചയാകുകയാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും മണ്ഡലം തിരഞ്ഞെടുക്കുന്നതിലും ഈ ആന്റണി മോഡൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടറിയണം. മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്തും യുവാക്കളുടെ പ്രസരിപ്പും ഒത്തുചേർന്നാൽ മാത്രമേ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയൂ എന്ന സന്ദേശമാണ് ഈ വേദി നൽകിയത്. ഹസന്റെ രാഷ്ട്രീയ ജീവിതം പോലെ തന്നെ സംഭവബഹുലമായ ഒരു ചർച്ചയ്ക്കാണ് തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്.